ഹലോ ഗൈസ്, 30 വയസ്സായിട്ടും കല്യാണം കഴിച്ചിട്ടില്ലാത്ത ആണുങ്ങളോടാണ് പറയണത് ഗൈസ്. 30 വയസ്സായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല എന്നത് വലിയ സംഭവമായിട്ടൊന്നും എടുക്കേണ്ട ഗൈസ്. ഇന്നത്തെ മാട്രിമോണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 മുതൽ ഒരു 40 വയസ്സ് വരെയാണ് ഗൈസ്. കറക്റ്റ് 40 പിടിച്ച് നിൽക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനെയല്ല പറഞ്ഞു തരണത്. എന്താ കാര്യം എന്ന് വെച്ചാൽ 30-നുള്ളിൽ കെട്ടിപ്പോകുന്ന പല ആളുകളും ഒന്നല്ലെങ്കിൽ സെക്ഷൽ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ ഈ എരിപൊരി സഞ്ചാരം അടിച്ചിട്ടേ എല്ലാവരും കല്യാണം കഴിച്ച് പോകണം, നിൽക്കും കല്യാണം കഴിക്കണം അങ്ങനെ ലെവലിൽ വരണവരോ, അല്ലെങ്കിൽ വല്ലാണ്ട് ക്യൂരിയോസിറ്റി കൊണ്ട് ഇതെന്താ സംഭവം എന്ന് വിചാരിച്ച് വരണവരൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരുദ്ദേശം വെച്ച് വരണവരോ, അല്ലെങ്കിൽ നല്ല ബ്രേക്കപ്പ് കിട്ടിയിട്ട് അതിൽ നിന്നൊന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ച് പോകണവരോ, അല്ലെങ്കിൽ എല്ലാവരും കല്യാണം കഴിച്ച് പോകണം എന്നാൽ ഞാനൊന്ന് കല്യാണം കഴിച്ച് പോകും അങ്ങനെ വിചാരിക്കണവരൊക്കെ ആയിരിക്കും പല ആളുകളും, ഭൂരിഭാഗം ആളുകളും. അപ്പോൾ നമ്മളിതിലൊക്കെ പോയി ചാടുമ്പോൾ നല്ല പടി കിട്ടാനുള്ള സാധ്യത ഉണ്ട്, അത് ആടുകളായാലും പെണ്ണുകളായാലും. അപ്പോൾ ആണുങ്ങളോട് പറയുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, പിന്നെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ 30 വയസ്സിനുള്ളിൽ കെട്ടിപ്പോകുമ്പോൾ നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണുങ്ങളുടെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോലി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആണുങ്ങളുടെ മണ്ടയിലായിരിക്കും പലപ്പോഴും ഇത്. അപ്പോൾ എന്നിട്ട് കുറേ ആൾക്കാർ സ്ത്രീധനം വാങ്ങാണ്ടിരിക്കുക എന്തായിക്കോട്ടെ, ഞാൻ സ്ത്രീധനം വാങ്ങൂല, അത് വേറെ കാര്യം. ഇനി സ്ത്രീധനം വാങ്ങുന്ന ആളുകളെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്താനും പറ്റില്ല കേസ്. കാരണം ഇത് ഞങ്ങളുടെ കുട്ടിക്ക് ഇത്ര കൊടുക്കും, പെണ്ണിന് ജോലിയൊന്നും ഉണ്ടാവില്ലായിരിക്കും, എന്നിട്ട് പിന്നെ വലിയ വീമ്പ് പറയും ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇന്ന സ്ത്രീധനം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അത് അങ്ങനെ സ്ത്രീധനം കൊടുക്കണമാതിരി വാങ്ങണമാതിരി മടൽ വാരി തല്ലണം, അത് വേറെ കാര്യം, എന്തായിക്കോട്ടെ. അപ്പോൾ അത് വാങ്ങാനും ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ ചിലവർ ചോദിച്ചു വാങ്ങും, അപ്പം അപ്പുറത്തെ എൻ്റെ വല്യച്ഛൻ്റെ മകൾക്ക് ഇത്രയാണ് കൊടുത്തത്, അപ്പോൾ എനിക്ക് അതിനൊക്കെ കൂടുതൽ വേണം എന്നൊക്കെ ആയിരിക്കും ചിങ്കരിമണിക്ക് ആഗ്രഹം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വീട്ടുകാർക്ക് ആഗ്രഹം, കൊടുക്കണം എൻ്റെ മോൾക്ക് ഞാൻ അത്ര കൊടുക്കും എന്നൊക്കെ. അതെന്തോ പവറായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി എന്തോ വലിയ അന്തസ്സായിട്ടോ അഭിജാത്യമായിട്ടൊക്കെ, അഭിജാത്യോ അത് കൂടോത്രല്ലേ, എന്തോ അത് അഭിചാരമല്ലേ, എന്തായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും 30-ന് താഴെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് റേറ്റ് കൂടാനുള്ള സാധ്യത, ഡിവോഴ്സ് കൂടാനുള്ള സാധ്യത ഉണ്ട് കേസ്. പിന്നെ എക്സ്ട്രാ ബെറ്റർ റിലേഷൻഷിപ്പ് അങ്ങനെ എങ്ങനെയൊക്കെ. അപ്പോൾ ബെസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ഒരു 10-35 വയസ്സായിട്ട് കല്യാണം കഴിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ലോകം കണ്ടിട്ടുണ്ടായിരിക്കും, കുറച്ച് ജീവിതം കണ്ടിട്ടുണ്ടായിരിക്കും, 2-3 പ്രേമങ്ങളും ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, സീരിയസ് ആയി എന്തെങ്കിലുമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾ ചിലപ്പോൾ ചത്തു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സങ്കടത്തിൽ നമ്മൾ കുറേ കാലം നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കണ സമയത്ത് നമുക്ക് രസമായിട്ടുള്ളൊരു പാർട്ട്ണറൊക്കെ വരുന്നുണ്ടായിരിക്കും. വന്നില്ലെങ്കിലും ഒരു ഉണ്ടമ്പരി ഇല്ല. പിന്നെ കാശില്ലാത്ത ആണുങ്ങൾക്ക് ലോകത്ത് ഒരു പട്ടിയുടെ വിലയില്ല, മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുക. പിന്നെ ചുമ്മാ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക എന്നല്ല, ഒരു സോഷ്യൽ വാല്യൂ നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുവഴി അതൊരു അങ്ങനെയുള്ള ഒരു കരിയറൊക്കെ ആയിട്ട് നമുക്ക് സെറ്റായി വരുമൊക്കെ. അപ്പോൾ അതിന് ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഓടിച്ചാടി കല്യാണം കഴിക്കേണ്ട കാര്യമില്ല എന്നുള്ള കേസ് എനിക്ക് തോന്നുന്നു. പിന്നെ പെണ്ണുങ്ങളും ഒരു ലെവലൊക്കെ കഴിയുമ്പോൾ 10-30 വയസ്സൊക്കെ ആകുമ്പോൾ കുറേ റിയലൈസേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും എന്ന് തോന്നുന്നു കേസ്. എന്നാണ് എനിക്ക് തോന്നിയില്ല, ഇങ്ങനെ തന്നെ ആവണമെന്ന് തോന്നില്ല കേട്ടോ.